ഹായ് ജംബു, എവിടെ പോയി രണ്ടാളും കൂടി? എന്നിട്ട് കുറെ പൂ കിട്ടിയാ? അടുത്ത് കാണട്ടെ, പപ്പ കാണട്ടപ്പാ. ഇതെന്ത് പൂവെന്ന് നമുക്കറിയാവോ? ഇത് വേറപ്പൂ, ഇത് വെള്ളപ്പൂ, ഇത് ചുവപ്പ് പൂ. അവിടെ കച്ചൂര് പൂവെന്നല്ല അറിയാം. നോക്കാം അച്ഛൻ വാ, മോക്ക് ഇതെന്നല്ല പൂന്ന് അറിയാവോ? ഇതായി കാണുന്ന പൂവല്ലോ. ഇത് എല്ലാരും കേട്ടാ സുധി, ഇത് ചുവപ്പ് പൂ, ഇത് വെള്ളപ്പൂ. എളുപ്പ പരിപാടി അല്ലേ? അറിയില്ലേ? നോക്കിട്ടെ, പർപ്പിൾ പൂ, പിങ്ക് പൂ, കാക്കപ്പൂ. ഇത് ശവന്നാറി എന്ന് പറയുന്ന പൂവാണ്. അത് ശവന്നാറി. ഇത് മറ്റേ മുള്ളും പൂവല്ലേ? മറ്റേ ഇതായിട്ടുള്ള കള്ളിമുൾച്ചെടീൻ്റെ മുള്ള്. അങ്ങനെ ബാക്കിയെല്ലാം ന്യൂജെന്നാണ്. കാക്കക്ക് മാത്രമേ പണ്ടേ ഉള്ളതുള്ളൂ. എൻ്റെതാ അപ്പം ചെക്കിപ്പൂ, അങ്ങനെ സകലതും ഉണ്ടല്ല. നമുക്ക് ഗാർഡനിൽ കുറേ ചെടികളുണ്ടെങ്കിലും പൂക്കളുള്ള ചെടി കുറവല്ല മമ്മി. പൂക്കൾ കുറേ ആയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. അതാണ് നമ്മളെ പ്രത്യേകത. അല്ല മമ്മി, നമ്മളെ പോർച്ചിൻ്റെ പണി ഇപ്പം നടക്കുക. ഇതാ നോക്കിയാട്ടെ, പോർച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇറക്കിയിട്ടുണ്ട്. പാവം നമ്മളെ ബെൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബെൻസിന്റെ ഉള്ള സർപ്രൈസ് ഉണ്ടോ? അത് പോകുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതല്ലേ നമ്മുടെ ലോഗോ, ബൈജു ജീസൻസ്. അച്ഛ കണ്ടില്ല, മോൻ കണ്ടില്ല? ഇതാ ഇത് നോക്ക്, അടിപൊളി സ്റ്റിക്കറാക്കിട്ട പപ്പ. ബാക്കിലില്ല, ആക്കണോ? ഇത് ഇന്നലെ ഷോപ്പിൽ നിന്ന് പിള്ളേർ പറഞ്ഞു വൈജോട്ടെ കാറിനൊട്ടിക്ക് ഒട്ടിക്കും. ഞാൻ ഷോപ്പിലൊട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പം പിള്ളേർ പറഞ്ഞു വൈജോട്ടെ കാറിൽ നിർബന്ധമായിട്ട് ഒട്ടിക്കണം. ഞാൻ അവരത് ബോറല്ലേന്. ഇപ്പം അതാ ട്രെൻഡ് ചെയ്താ പറഞ്ഞേ. ഏതായാലും ഇത് കണ്ടവർ ഇത് നന്നായിട്ട് ബോറായിരുന്നു പറയണേ. ഇത് ചുവപ്പായിട്ട് രസം ഉണ്ടല്ലേ? അടിപൊളി. നമ്മളെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് വേഗം പൂ പറിച്ച് കയറാൻ നോക്ക്. ഞാൻ പോ. ഓ ശരി. ഒരുത്തിക്ക് പിന്നെ മഴ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ല. സ്കൂളിന്ന് ഇങ്ങോട്ട് വരുമ്പോ മഴയുണ്ടായിരുന്നു. മമ്മി ബാഗ് പിടിക്കും, ഞാൻ കുറച്ച് സമയം മഴയത്ത് നനഞ്ഞിട്ട് വരട്ടെ. മഴ കണ്ട പിന്നെ എൻ്റെ ജാമ്പൂര് പിന്നെ വേറെ രക്ഷയില്ലല്ലേ ജാമ്പൂ. അപ്പം ഇതാ നല്ല മഴ പെയ്ത് മക്കള് മഴയത്താ പോകുന്നത്. മമ്മി നീ കുറച്ച് മഴ ഉണ്ടോ? നല്ലതാടി. ഒരു പ്രാവശ്യം പനി പിടിച്ചിട്ട് കിടന്ന അവസ്ഥ എനിക്ക് അറിയാം. ഇനി അതുപോലെ കിടന്നിട്ടുണ്ടപ്പ ഓണം സ്വാഹയാവും. 2 ആഴ്ച മറ്റാ ഞാൻ കിടന്നേ. നോക്കുമ്പോ ഒരുമാതിരി കോലായി. പക്ഷെ പനിവേ മാറി ക്ഷീണം തോന്നല്ലേ ഒരാഴ്ച? ക്ഷീണം ഭയങ്കര. എല്ലാരും പറയുന്നു ഇതെന്താന്ന് ഇങ്ങനെ കോലായി. എന്ത് കോലോ? എനിക്കൊരു മാറ്റമില്ല. എന്താ എല്ലാരും പറയുന്നുണ്ട് ബൈജോണ്ടെ തിരിയില്ല. ഞാനെപ്പോഴും തന്നെയല്ലേ കാണാത്ത ആള് കാണുമ്പോ പറയാം എടാ എൻ്റെ മക്കളെ. ആര് നിന്റെ അച്ഛനാ? അത് അച്ഛന്മാരുടെ അങ്ങനെ തന്നെയാണ് സ്നേഹം കൂടുതലുള്ളോണ്ട് വെറുതെ വരും. നിന്റെ അച്ഛനുണ്ടല്ല, നീ തടിച്ച് വീപ്പക്കുറ്റിയായ സന്തോഷാവും. അതാ പറഞ്ഞ അച്ഛന് തടിയുള്ള ആളെ ഇഷ്ടാവും. നീ തടിച്ച് വീപ്പക്കുറ്റിയായി കണ്ട അച്ഛന് സന്തോഷാവും. അമ്മമ്മ സുധീന്റെ അമ്മ നല്ല തടിയല്ലേ? അച്ഛൻ തിന്ന് പോലെ തിരിച്ച് തടിച്ചല്ലേ ജാമ്പു? അമ്മമ്മ വലുതായ ജാമ്പു കുറെ കിട്ടിയ മോളെ. ഇതാ നമ്മളെ പൂക്കള് കുറെ കിട്ടിയിട്ടുണ്ടേ. എടാ അച്ചുട്ടാ, രണ്ടാളും ഇങ്ങോട്ട് വാ. ഒരു കാര്യം ചോദിക്കട്ടെ. അടക്ക് ഇങ്ങോട്ട് വെക്ക്. രണ്ടാളും രാവിലെ എണീച്ചിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താ? ബ്രഷ് ചെയ്ത, മുഖം കഴുകി? ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ടാതാ പൂ പറിക്കാൻ പതിന്. വേണമെങ്കിൽ കുളിക്ക. അപ്പൊ ബ്രഷ് ചെയ്യലപ്പാടി. അച്ചുട്ടാ, ഇതെല്ലാം ശരിയാന്നാ ബ്രഷ് ചെയ്യാണ്ട് ഇങ്ങനെ വളപ്പിലേക്കുള്ളിൽ നടക്കുന്നത്? പറ, ശരിയാ? മമ്മി കണ്ട, മമ്മിയാന്ന് കുട്ടികളെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിനി. അതുകൊണ്ട് പൂപ്പറിക്കൽ നടന്നിട്ടുണ്ട്. ഇനിതാ ഇന്നലത്തെ പൂവെല്ലാം എടുത്ത് കളയണം. അല്ല ഇന്നെന്താ ലീവ് നോക്കൊക്കെ? ഓ ഇന്ന് അയ്യങ്കാളി.
അത് സന്തോഷ ദിവസമല്ലേ നോക്കി വെക്കണ്ടേ. പണ്ട് നമ്മളിങ്ങനെ തന്നെ ഞായറാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ കാത്തുക്കും. ശനി ഞായർ ലീവായല്ല. അത് ശരി. അവിടെ പോയി ബോറടിക്കേ. വരും അച്ചാച്ചനും മമ്മിയോ? വരും. എന്നാണ് ആവശ്യം പറ. അയ്യോ ഇതെല്ലാം ഇതാ വഴുക്കുണ്ടേ മോളെ. ഈ പൂവാ ഓ ഇതാ ഇവിടെ ഞാനാക്കി സ്റ്റാൻഡ് അതാട്ടാ. ഞാൻ തന്നെ പണിതാണ് ഇത് കംപ്ലീറ്റ്. നമുക്ക് നല്ല പൂ പറിച്ചാലോ. അപ്പം മക്കളിത് പറിക്കണ്ട കേട്ടോ. ഇതെല്ലാം ഇടിയപ്പളേ വീഴും. ചട്ടിയെല്ലാം ഇടിങ്ങനെ കൊള്ളിച്ച് വെച്ചിട്ടാണ്. ഓ ശരിയാന്നപ്പാ ശരിയാണ്. ഇതാണ് ഈ അതാ നീലക്കൊടിവേലി. ഇതാണ് നീലക്കൊടിവേലി എന്ന സാധനം കേട്ടാ. അമ്മയാന്ന് ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞത് നീലക്കൊടിവേലിയാന്ന്. ഇതന്നെ ആണോ എന്ന് എനക്കുറപ്പില്ലേ. ഇതിനെപ്പറ്റി അറിയുന്നവരെന്തായാലും ഒന്ന് കമന്റ് ചെയ്തോ. അതെ നീലക്കൊടിവേലി. ഓ ഇത് നമ്മൾ പഴയ സാധനം അല്ലേ. ഇത് പണ്ട് നമ്മളെ തറവാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായ സാധന. ഇതാ പാപ്പ പറിക്കണ്ട മോളെ. പറിക്കണ്ട്. ഇതന്നെ കളറ്. എനക്ക് പക്ഷേ ഇത് ഇഷ്ടമല്ല കേട്ടോ. എന്തോ പോലത്തെ ഒരു അതിൻ്റെ ചെടി കാണുന്നില്ലേ, ഇല കാണുന്നില്ല, ഒരു കാട് പിടിച്ചിട്ട്. അതുകൊണ്ടൊരു സുഖമില്ലാത്ത പോലെ. നമ്മളെ ഗാർഡനെല്ലാം കൂടി ഇതാ ഇങ്ങനെ കാട് പിടിച്ച പോലെയാണ് കേട്ടോ. പോർച്ച് പണി എടുക്കുന്നുണ്ട്. ആ സൈഡിലുള്ള ഇതാ എല്ലാം കൊണ്ട് ഈ സൈഡിൽ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. നടക്കാൻ സ്ഥലമില്ല. കാട് പോലെ തന്നെയല്ലേ. അല്ല മമ്മി ഞാനെന്നാ കുളിക്കട്ടെ എന്നാല്. അല്ല ഇന്നത്തെ പരിപാടി എന്നാന്ന്? ഓണം പർച്ചേസ് പ്ലാനിങ്. കുളത്തിലെ പോവുക അപ്പോ? എന്നാ പറയുക, ഓണം പർച്ചേസ് അങ്ങ് രാവിലെ തന്നെ പോയിട്ട് വരാം. എന്നാൽ തിരക്കുണ്ടാവില്ല. എല്ലാം റെഡിമെയ്ഡ് ഷോപ്പെല്ലാം ഭയങ്കര. കുളത്തിൽ നമുക്ക് വൈകുന്നേരം പോവാം. ഓക്കെ എന്നാൽ പിന്നെ എത്ര മണിക്ക് നമ്മൾ ഇറങ്ങണം? ഒരു 10 മണി, ഒരു 11 മണിക്ക് ഇറങ്ങാം അല്ലേ? നേരെ ഇവിടുന്ന് പർച്ചേസ് ഒന്നും തീരുമാനിച്ചാ? പോകുന്ന പോക്കിൽ തീരുമാനിക്കാം. ഓണം പർച്ചേസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ട് പർച്ചേസ് എന്ന് അറിയുക പുതപ്പ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തേ. ഈ പുതപ്പ്, ഈ രോമമുള്ള പുതപ്പുണ്ടല്ലോ, ആ സാധനം എന്ന് വെച്ചാൽ മൂക്കിൽ അലർജി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതൊരു നൈലോണിൻ്റെ സാധനമാണല്ലോ, പൊളിഷർ സാധനം. അതെല്ലാം ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതാ മോന് മൂക്കടപ്പുണ്ടല്ലേ? മോനും മൂക്കടപ്പുണ്ട്. ഇവർക്കല്ല മക്കൾക്ക് മൂക്കടപ്പുണ്ടാവില്ല. മോനും എനക്കും മൂക്കടപ്പും ശ്വാസം മുട്ടല്ലേ. ബാക്കിയുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. കാരണം നമ്മളാണ് താഴെ കിടക്കുന്നത്, ഇവർ മുകളിൽ കിടക്കുന്നുണ്ട്, കട്ടുമ്പോൾ കിടക്കുന്നുണ്ട്. ഈ രോമെല്ലാം പറഞ്ഞിട്ട് വേഗം നമ്മളതായാലും നിർത്തുക. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം. അതുകൊണ്ട് നമ്മൾ കോട്ടൻ്റെ പുതപ്പ് വാങ്ങണം അല്ലേ? അപ്പോൾ ഇവിടെയാ നല്ല ഓഫർ വെച്ചാൽ അവിടെ പോയിട്ട് വാങ്ങണം. ഒരു 10-12 പുതപ്പങ്ങ് വാങ്ങിക്കളിയാന്ന് വിചാരിക്കുന്നു. വാങ്ങി സ്റ്റോക്ക് ചെയ്തല്ലേ. എന്നിട്ട് ഇവിടെയുള്ള കുറേ ഉണ്ടല്ലോ. അത് ഇടയിലുള്ള രാമത്തിൻ്റെ കാണാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ ഉറങ്ങാനും കിടക്കാനും സുഖമാണെങ്കിലും ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഭാവിയിൽ വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കല്ല. കാരണം നമ്മൾ നിൽക്കുന്ന പോലെയല്ല, ഈ കിടക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് വല്ലാണ്ട് മൂക്കിൽ വല്ലാണ്ട് കയറുക. ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളെ മക്കൾക്കും ഭാവിയിൽ അസുഖം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മൊത്തം കോട്ടൺ പുതപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ മമ്മി. അപ്പോൾ ഇന്നത്തെ ഓണം പർച്ചേസിൽ പ്രധാനം കോട്ടൺ പുതപ്പാണ്. പിന്നെ നമുക്ക് ഷർട്ട്, ഡ്രസ്സല്ല, എല്ലാവർക്കും വേണ്ട ഡ്രസ്സ്. എല്ലാവർക്കും ഇന്നാളെ സ്റ്റുഡിയോ പോയിട്ട് കുറേ എടുത്തിട്ടാ. ഒരാൾക്ക് 3 വീതം വെച്ചെടുത്തിന്. എന്നിട്ട് നിർത്തി പറയാം ഇനി ആദ്യം ഓണത്തിനാണ്. ഞാൻ ഓണത്തിന് വാങ്ങുന്നുണ്ടോ അല്ലാതെ. ഏതായാലും പോകുന്ന പോക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ മമ്മി? കാര്യമായ ഓഫറിലുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ വ്യാഴാഴ്ച അയ്യങ്കാളി ജയന്തിയാണ്. പിന്നെ മക്കൾക്ക് ലീവുള്ളപ്പം ഞാൻ ഷോപ്പിൽ പോകാറില്ല. അങ്ങനെയൊന്നുണ്ട്. ഇന്നാള് മക്കൾക്ക് എപ്പോൾ ലീവ്? തിങ്കളാഴ്ച മക്കളുണ്ടല്ലോ, രാവിലെ എണീക്കല്ലായിട്ട് ലീവായനെ. അന്ന് ഞാൻ എന്ത് ചെയ്തു? ഷോപ്പിലേ പോയിട്ടില്ല. ഞാൻ നേരെ മക്കളെയും കൂട്ടി കുളത്തിൽ നീന്താൻ പോക്കും പരിപാടിയില്ല. അപ്പോൾ ഇന്ന് അയ്യങ്കാളി ജയന്തിയാണ്ട് നമ്മൾ മക്കളെപ്പുറം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ ജാമ്പു? ഹാപ്പി അല്ലേ? അല്ല വേണ്ട. മക്കൾ ലീവ് ഉള്ളപ്പോ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അടക്കുത്തിട്ട് തന്നെ ചെയ്യണ്ടേ? മക്കളെ വീട്ടിൽ നിന്ന് വെറുതെ ബോറടിക്കണ്ടേ നമ്മളെ? അതെന്തേ? മമ്മിക്ക് ചെറിയൊരു കുശുമ്പുണ്ട്. നിങ്ങൾക്ക് മക്കളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞൊരു കുശുമ്പ് അല്ല ജാമ്പു ഉണ്ടല്ലേ? ഉണ്ടാച്ചു മക്കൾക്കെല്ലാം അറിയാം. മക്കൾ മമ്മീനെ പഠിച്ചൊന്നും പറയില്ല. മമ്മിക്ക് അങ്ങനെ ഒരു കുശുമ്പുണ്ട്. പപ്പ മക്കളെയാണ് കൂടുതൽ സ്നേഹിക്കല്, മമ്മീനെ സ്നേഹിക്കില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ കിടപ്പുണ്ട്. അത് സാലപ്പ. കുശുമ്പ് എല്ലാ ഭാര്യമാർക്കും ഇച്ചിരി ഉണ്ടാവും. പിന്നെ സ്നേഹസമ്പന്നയായ ഭാര്യയാകുമ്പോൾ ഇച്ചിരി കുശുമ്പിനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണെന്നുള്ള അല്ലേ ജാമ്പു? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ, വിശേഷങ്ങൾ. അപ്പൊ ഏതായാലും നമ്മളെ ഓണം പർച്ചേസിന്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കുമല്ലോ മമ്മി. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കല്ലോ മമ്മി. എന്നാ പിന്നെ മക്കള് പൂണേണ്ട പരിപാടി കൂടല്ലോ മക്കളെ? ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.